പ്ലസ് ടുവിൻ്റെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് കയറുകയാണ്. പ്ലസ് വണ്ണിൽ നിന്നും ഒരുപാട് വ്യത്യാസപ്പെട്ടാണ് പ്ലസ് ടുവിലെ ഫിസിക്സ് ക്ലാസ്സുകളുള്ളത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുള്ള മെക്കാനിക്സ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കുന്നത്, ചലനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പ്ലസ് ടുവിൽ വരുമ്പോൾ അതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. വിവിധ തരത്തിലുള്ള ഫിസിക്സിൻ്റെ ബ്രാഞ്ചസിൽ ഓരോരോ സെക്ഷനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇതിനെ ഓരോരോ ബ്രാഞ്ചസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു ബ്രാഞ്ചിനെ ഡിവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട്. പിന്നെ ഇലക്ട്രോണിക്സ് കേട്ടോ. അപ്പം ഇങ്ങനെയുള്ളൊക്കെ കുറച്ച് സെക്ഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് ബ്രാഞ്ചസ് ഒക്കെ ആയിട്ടാണ് പ്ലസ് ടുവിലെ ഫിസിക്സിലെ പോർഷൻസ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിലെ ആദ്യത്തെ 2 ചാപ്റ്റർ എന്ന് പറഞ്ഞിരുന്ന ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സെക്ഷനിൽ വരും. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പം ചാർജസുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ചാർജസ് അറ്റ് റെസ്റ്റ് കേട്ടോ. ചാർജസ് റെസ്റ്റിലായിരിക്കുമ്പോൾ ഉള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് ആദ്യത്തെ 2 ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ദെൻ അടുത്ത ചാപ്റ്റർ വരുന്ന നേരത്ത് ചാർജസ് റെസ്റ്റ് കഴിഞ്ഞു. പിന്നെ നമ്മൾ പറയുന്നത് ചാർജസ് മൂവ് ചെയ്യുന്നു. ചാർജസ് മൂവ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നുണ്ട്? കറണ്ട് ഉണ്ടാകുന്നുണ്ട്, ഇലക്ട്രിക് കറണ്ട് ഉണ്ടാകുന്നുണ്ടല്ലേ. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് ഒരു കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് അടുത്ത സെക്ഷൻസിലൊക്കെ പഠിക്കാറുണ്ട്, 3ാമത്തെ ചാപ്റ്റർ തൊട്ട്. പിന്നെ ചാർജസ് ഒരു കണ്ടക്ടറിലൂടെ മൂവ് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട് അല്ലേ. അപ്പം മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് അല്ലെങ്കിൽ മാഗ്നറ്റിസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ പ്രോപ്പർട്ടീസ്, കുറച്ച് തിയറംസ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് സെക്ഷൻസുകളാണ് നമുക്ക് ആദ്യ ചാപ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ 2ാമത്തെ ടെക്സ്റ്റ് ബുക്കിലേക്ക് വരുമ്പോൾ ഒപ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഒപ്റ്റിക്സിനെല്ലാം പഠിക്കുന്നത്. അതായത് നമ്മൾ റിഫ്രാക്ഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാളും ഇച്ചിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ റിഫ്രാക്ഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടില്ലാത്ത കുറച്ച് ഫിനോമിനാസ് ഒക്കെ ഉണ്ട് കേട്ടോ. പോളറൈസേഷൻ അങ്ങനെയുള്ള കുറച്ച് ഫിനോമിനാസ് ഒക്കെ ഉണ്ട്. ഡിഫ്രാക്ഷൻ, ഇൻഡിഫറൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഒപ്റ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ പഠിക്കാനുള്ള ഇലക്ട്രോണിക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബേസിക്സും കാര്യങ്ങളൊക്കെ പഠിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഇലക്ട്രോണിക്സിൻ്റെ ആ ഒരു സെക്ഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫിസിക്സിൻ്റെ ഓരോരോ സെക്ഷനും നമ്മൾ ഈ 12th പഠിക്കുന്നുണ്ട്. ആറ്റംസും ന്യൂക്ലിയസും അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമേ തൊട്ടേ നിങ്ങൾ പ്രാധാന്യത്തോടെ ഓരോ ടോപ്പിക്കും അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഓരോ ടോപ്പിക്കും ഓരോ ചാപ്റ്ററിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഇമ്പോർട്ടൻസോട് കൂടി തന്നെ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക.